നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മുടെ നിർമ്മാതാവ് നൗഷാദ് മരിച്ചതിനെ കുറിച്ച് നമ്മളൊരു സ്റ്റോറി ചെയ്തിരുന്നല്ലോ. ആ സ്റ്റോറിയുടെ അലയൊലികൾ തീരുന്നതേയില്ല. പിന്നെയും ഒരുപാട് വാർത്തകളും ഒരുപാട് അഭിപ്രായങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നൗഷാദിൻ്റെ കുട്ടി നിഷ്വയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പലരും വിളിക്കുന്നു. ഇപ്പോൾ തന്നെ എന്താ പറയുക, ഇന്ത്യയിൽ നിന്ന് ഗ്രാനൈറ്റ് ബിസിനസ് സിംഗപ്പൂരിൽ ചെയ്യുന്ന ഒരൊറ്റ ആളുകൾ, കോഴിക്കോട്ടുകാരനൊരു മുഹമ്മദ്, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ആ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ആ വീട് ജപ്തിയാവാതെ എടുക്കാനോ ആ കുട്ടിയുടെ പഠനത്തിനോ എന്തിനു വേണമെങ്കിലും ഒരു ഫണ്ട് സ്വരൂപിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തുടക്കത്തിൽ ഒരു 1,00,000 രൂപ വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ പറഞ്ഞു, ഞാനത് ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ട സംഘാടകരിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, അല്ലാതെ ഞാൻ താങ്കൾ വരുന്ന കാശൊന്നും വാങ്ങില്ല എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അതുപോലെ ഒരുപാട് പേര് പറയുന്നു. അതുപോലെ ഭ്രമരം എന്ന് പറഞ്ഞ പടം, അതിലും നൗഷാദിന് നിർമ്മാണ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഞാനതിൻ്റെ അടിച്ചു നോക്കിയിട്ടൊന്നും ഭ്രമരത്തിൽ നൗഷാദിൻ്റെ പേര് കാണാനില്ല. വേറൊരു മുസൽമാൻ്റെ പേരാണുള്ളത്. 2 നിർമ്മാതാക്കളാണ് ആ പടത്തിലുള്ളത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത്, ആ പടത്തിന് വേണ്ടി ഞാൻ 6 കോടി മുടക്കിയിട്ട് എൻ്റെ 4 കോടി പോയി സാർ എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം സെപ്റ്റംബർ 15-ാം തീയതി തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ട്, ലീവിന് വരുന്നുണ്ട്. വീട്ടുകാരെയൊക്കെ കാണാനായിട്ട് 2 വർഷമായിട്ട് വരാത്തതുകൊണ്ട് വരുന്നുണ്ട്. വരുമ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ സംസാരിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. അതും നൗഷാദിന് അതിൽ മുതൽ മുടക്കുണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല, ഞാനിതൊക്കെ ബ്ലസ്സിയെ വിളിച്ച് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേര് ഒരുപാട് വിവരങ്ങൾ വിളിച്ച് എന്നെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ലാൽ ജോസും ദിലീപും ചെയ്ത മറ്റ് പടങ്ങളെപ്പോലെ സ്പാനിഷ് മസാല ഓടിയില്ല, 14 കോടി രൂപയുടെ കടം വന്നു എന്ന് പറഞ്ഞ് 2 പേര് എന്നോട് പറഞ്ഞു. ഒന്ന് നൗഷാദാണ് പറഞ്ഞത്, 2 നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒരാൾ എന്നോട് പറഞ്ഞു 14 കോടി രൂപ നഷ്ടപ്പെട്ട പടമാണ്. അത് പടത്തിന് വേണ്ടി ചിലവാക്കിയതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് സ്പെയിനിൽ ഒരുപാട് കാശ്, ധാരാളിത്തത്തോടെ ഒരുപാട് കാശ് ചിലവാക്കി ചെയ്തതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരിക്കലും ഞാൻ ആ സിനിമയുടെ അത് 7 കോടി രൂപയായിട്ടോ ചിലവായുള്ളൂ എന്ന് പറയുന്നു, അതിൽ 2.5 കോടി രൂപ എന്തോ നഷ്ടം വന്നുള്ളൂ എന്ന് പറയുന്നു. ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ദിലീപിനെയോ ലാൽ ജോസിനെയോ കളിയാക്കാനോ അവരെ വേദനിപ്പിക്കാനോ ആയിട്ട് ഒരു തരത്തിലും ഒരിക്കലും ഞാൻ പറയില്ല. അങ്ങനെ ആരെയും വേദനിപ്പിക്കുന്ന ഒരാളല്ല ഞാൻ. പ്രത്യേകിച്ച് എൻ്റെ അമ്മ വട്ടൂർക്കാവിൽ ഞാൻ താമസിക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത്. 4 വർഷം മുമ്പ് എൻ്റെ അമ്മ മരിക്കുമ്പോൾ അവിടുന്ന് ഒരു 100 മീറ്ററോ 200 മീറ്ററോ അപ്പുറത്താണല്ലോ അന്ന് ചലച്ചിത്ര അക്കാദമി ശാസ്ത്രമംഗലത്താണ്. ആ ശാസ്ത്രമംഗലത്ത് ഓഫീസിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ കമലും അതിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള സിബി മലയിലും അവിടെയുണ്ട്. സിബി മലയിലിനെ വിളിച്ചിട്ട് പി ശ്രീകുമാർ, നമ്മുടെ ചലച്ചിത്ര ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ, നടനും സംവിധാനവുമായ പി ശ്രീകുമാരേട്ടൻ സിബി മലയിലിനെ വിളിച്ച് ഇങ്ങനെ ദിനേശിൻ്റെ അമ്മ മരിച്ചു പറയാനാണ് വിളിച്ചത്. ആ ശരി എന്ന് പറഞ്ഞു. ഒരു റീത്ത് വയ്ക്കണ്ട, ഒരു 5 മിനിറ്റ് യാത്ര പോലും വേണ്ട എൻ്റെ വീട്ടിൽ വരാൻ. പക്ഷേ സിബിയോ കമലോ വന്നില്ല. കമൽ വരില്ല എന്ന് എനിക്കറിയാം, കാരണം അദ്ദേഹത്തിനെതിരെ ഞാൻ സംസാരിക്കുന്നുണ്ട്, വരില്ല. പക്ഷേ സിബി മലയിൽ ഞാൻ ഗുണമല്ലാതെ ദോഷം ചെയ്തിട്ടില്ല. സിബി മലയിൽ ആദ്യമായിട്ട് മാക്ടയുടെ ചെയർമാനാവാൻ സ്ഥാനാർത്ഥിയായി ലോഹിതദാസിനെതിരെ മത്സരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഏതാണ്ട് 1 മാസത്തോളം കാലം എൻ്റെ നേതൃത്വത്തിൽ എത്ര വേർപ്പൊഴുക്കി എത്ര രൂപ ചിലവാക്കിയെന്ന് സിബി മലയിലിനറിയാം. കാരണം തിരുവനന്തപുരത്ത് വന്ന് വോട്ടർമാരെല്ലാം കണ്ട് പോകാൻ നേരത്ത് 50 രൂപയുടെ ഒരു കെട്ട്, അതായത് 5000 രൂപ എടുത്ത് വന്നിട്ട് പറഞ്ഞു, ദിനേശേ ഇതിൻ്റെ 4 ഇരട്ടി ദിനേശിന് ചിലവായി കാണും, ഇപ്പോൾ തൽക്കാലം ഇത് വെച്ചേക്ക്. ഞാൻ പറഞ്ഞു, വേണ്ട സാർ, അത് മാറ്റയ്ക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയെന്ന് കരുതിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അതിന് പ്രസൻസ് അന്ന് എൻ്റെ കൂടെ ജീവൻ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് സിബി മലയിൽ സംസാരിച്ചത്. അങ്ങനെ മാക്ടയുടെ ചെയർമാൻ ആവാനുള്ള അവസരം, ഇപ്പോൾ ഫെഫ്കയുടെ വലിയ ചെയർമാനൊക്കെ ആയപ്പോൾ അദ്ദേഹം ഇന്നലെകൾ മറന്നു കാണും. മാക്ടയുടെ ചെയർമാൻ ആകാൻ ആദ്യമായിട്ടൊരു അവസരം കിട്ടുമ്പോൾ, അതും ഞാൻ വളരെ സ്നേഹപൂർവ്വം കണ്ടിരുന്ന ലോഹിതദാസിനെതിരെ അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിന്ന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കിയ ആളാണ് ഞാൻ. ആ നന്ദിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എൻ്റെ അമ്മ മരിച്ചപ്പോൾ വന്നേനെ. പക്ഷേ അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. ആ സ്ഥാനത്ത് ഒറ്റപ്പാലത്ത് നിന്ന് കാറെടുത്ത് എൻ്റെ അമ്മ മരിച്ചപ്പോൾ വീട്ടിൽ വന്ന ആളാണ് ലാൽ ജോസ്. ഞാൻ ആ ലാൽ ജോസിനെതിരെ ഒരിക്കലും വേദനിപ്പിക്കുന്ന ഒരു വിഷയം ചെയ്യില്ല, ഉറപ്പായിട്ടും ചെയ്യില്ല. കാരണം ലാൽ ജോസ് പണം വാരി പടങ്ങൾ എത്ര എണ്ണം ചെയ്തതാണ്. ചാന്തുപൊട്ട് പോലൊരു സിനിമ ചെയ്തിട്ട് ചാന്തുപൊട്ടിൽ നിന്ന് എത്ര കിട്ടി നിങ്ങൾ നടൻ ലാലിനെ കാണുമ്പോൾ ചോദിച്ചു നോക്കുക, അതിൻ്റെ ലാഭം എത്രയായിരുന്നു, എത്ര കോടിയായിരുന്നു ലാഭം. അതുപോലെ മീശ മാധവൻ എത്ര കോടി വാരിയ പടം, ഇങ്ങനെ എത്ര സിനിമകൾ കോടികൾ വാരിയ പടം ചെയ്ത ആളല്ലേ ലാൽ ജോസ്.
അതുപോലെ ലാൽ ജോസും ദിലീപുമായിട്ടുള്ള വിജയഘടകം, എത്ര സിനിമകൾ വമ്പൻ ഹിറ്റായ സിനിമകൾ ചെയ്തവരല്ലേ അവർ. സിനിമയിൽ വിജയവും പരാജയവും ഉണ്ടാവും. അപ്പോൾ രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ നല്ല ലാൽ ജോസിൻ്റെ ഏറ്റവും നല്ല സിനിമ എന്ന് ഞാൻ കരുതുന്നത് രണ്ടാം ഭാവമാണ്. സുരേഷ് ഗോപി അഭിനയിച്ച ആ പടം പരാജയമാണ്. ആ പരാജയത്തിൽ നിന്ന് പഠിച്ചിട്ടാണ് ലാൽ ജോസ് മീശ മാധവൻ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ പറഞ്ഞ 14 കോടി എന്നോട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ പടത്തിന് 7 കോടി എന്തോ ചിലവായുള്ളൂ. അതിൽ 2.5 കോടി എന്തോ നഷ്ടം വന്നു എന്ന് പറയുന്നു. ഇതിലേതാണ് ശരിയെന്ന് എനിക്കറിയില്ല. എന്തായാലും സ്പാനിഷ് മസാലയ്ക്ക് ശേഷം നൗഷാദ് വേറൊരു സിനിമ ചെയ്യാനുള്ള അവസരം നൗഷാദിനുണ്ടായിട്ടില്ല. തുടരെ തുടങ്ങിയ ബ്രാഞ്ചുകൾ, ഹോട്ടലുകളുടെ ബ്രാഞ്ചുകൾ ദയനീയമായി പരാജയപ്പെട്ടു. അതിലൊക്കെയാണ് അയാൾക്ക് സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കം വന്നതെന്ന് പറയുന്നു. എന്തായാലും ഞാൻ ലാൽ ജോസിനെ വിളിക്കുകയോ ലാൽ ജോസ് എന്നെ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ദിലീപിനെ വിളിക്കുകയോ ദിലീപ് എന്നെ വിളിക്കുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ഞാൻ പറയുന്നു, അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും വേദന എൻ്റെ സ്റ്റോറിയിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വമല്ല, എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചാണ് ഞാൻ ആ സ്റ്റോറി ചെയ്തത്. അങ്ങനെ ഒരു സ്റ്റോറി ചെയ്യുമ്പോൾ ഞാൻ വ്യക്തിബന്ധം നോക്കാറുമില്ല. അയ്യോ ഇത് ദിലീപിൻ്റെ പടമാണല്ലോ, നമ്മൾ പറഞ്ഞാൽ ദിലീപിന് വിഷമം വരുമോ, അല്ലെങ്കിൽ ലാൽ ജോസിൻ്റെ പടമാണല്ലോ ഒന്നും ഞാൻ ആലോചിക്കാറുമില്ല. അങ്ങനെ പറഞ്ഞതല്ലാതെ ദിലീപിനെയോ ലാൽ ജോസിനെയോ അതിൻ്റെ തിരക്കഥ എഴുതിയത് എൻ്റെ വേറൊരു സുഹൃത്തായ, ആത്മാർത്ഥ സുഹൃത്തായ, ഇവരെ രണ്ടുപേരെക്കാൾ ഹൃദയബന്ധമുള്ള ബെന്നി പി നായരമ്പലമാണ്. അപ്പം ഞാൻ ഇവരെ ആരെയും കളിയാക്കാനോ വേദനിപ്പിക്കാനോ ശ്രമിക്കുന്ന ഒരാളേ അല്ല. പക്ഷേ ആ സ്റ്റോറി ചെയ്തത് ലാൽ ജോസിനോ ദിലീപിനോ ബെന്നി പി നായരമ്പലത്തിനോ അല്ലെങ്കിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ അയ്യോ ദിനേശ് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ മനഃപൂർവ്വമല്ല, എനിക്ക് കിട്ടിയ വിവരങ്ങൾ വച്ചിട്ട് മാത്രമാണ്. നമുക്ക് എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ച് ലാൽ ജോസിനെയും ദിലീപിനെയും ബെന്നിയെയും ഒക്കെ വിളിച്ചിട്ട് ഈ പടത്തിന് എത്ര രൂപ ചിലവായി, എത്ര രൂപ നഷ്ടമെന്ന് നമുക്ക് ചോദിച്ചിട്ട് ഒരു സ്റ്റോറി ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നൗഷാദ് മരിച്ചതിൻ്റെ പിറ്റേ ദിവസം ആ സ്റ്റോറി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാം അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയില്ല. അതിൽ എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ 1% പോലും ഞാൻ നിങ്ങളെ 3 പേരിൽ നിന്നല്ല ഒരാളെയും മനഃപുറം നോവിക്കുന്ന ഒരാളല്ല. നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യുന്ന സ്റ്റോറി എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, എന്തൊക്കെ പറയണം, ഒരു പിടിയുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു കാര്യം ഉറപ്പ്, ഞാനടക്കമുള്ള മലയാളി പുരുഷന്മാരെ ഇങ്ങനെ ആക്ഷേപിക്കരുതേ മമ്മൂക്ക എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എനിക്ക് 26-27 വയസ്സായപ്പോൾ ഇവിടെ നര വന്ന ആളാണ്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്കിവിടെ ഇന്ദിരാഗാന്ധിയുടെ തലമുടി പോലെ ഒരു 6-7 തലമുടി നരയുണ്ടായിരുന്നു. ഞാൻ നരയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആളായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തലമുടി മുഴുവൻ വെളുത്ത മുടി വരാൻ തുടങ്ങി. ഞാനത് ഡൈ ചെയ്യാതെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു, ജീവിതത്തിലോ പക്വതയില്ല, തലമുടി കൊണ്ടെങ്കിലും നര കൊണ്ടെങ്കിലും ഒരു പക്വത വരട്ടെ എന്ന് പറയുമായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ നര ഒരു ബാധ്യതയായി. കാരണം ഒരു കല്യാണ ഫംഗ്ഷനിൽ വെച്ച് നമ്മുടെ നിർമ്മാതാവ് മേനക സുരേഷ് കുമാറിൻ്റെ അളിയൻ പങ്കജ് സേനൻ എന്ന് പറയുന്ന സന്ദീപ് സേനൻ്റെ അച്ഛൻ സേനൻ ചേട്ടനെ ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് കാണും. കണ്ട വാക്കിലെ സേനൻ ചേട്ടൻ ചോദിക്കുകയാണ്, ഈ മോളെയും കോണ്ടാക്റ്റിയുടെ പുറകെ ഇരുത്തി പറന്നു പോകുമ്പോഴേ പരിചയക്കാർ കൈ കാണിച്ചാലൊന്നും നോക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് എന്ത് കേട്ടാ? അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ മെനങ്ങാന്ന് എൻ്റെ മുന്നിൽ കൂടെ പോയി ഞാൻ കൈ കാണിച്ചു, പക്ഷേ ദിനേശ് തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ സിന്ധു നിന്ന് ചമ്മി, കാരണം മോളെന്ന് പറഞ്ഞപ്പോൾ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. സേനൻ ചേട്ടൻ അതിനേക്കാളും ചമ്മി, കാരണം സേനൻ ചേട്ടൻ കരുതി ഈ നരേൻ്റെ മോളാണെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ മോൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവൻ ഒരിക്കലും സ്കൂളിലെ PTA മീറ്റിങ്ങിനോ അല്ലെങ്കിൽ സ്കൂളിലെ ഏതെങ്കിലും ആനിവേഴ്സറിക്കോ ഒന്നിനും എന്നെ വരാൻ സമ്മതിക്കില്ല. അമ്മ വന്നാൽ മതി എന്ന് പറയും. കാരണം അവനെ ഒരു നാണക്കേട് ഈ അപ്പൂപ്പനെ പോലെ ഇരിക്കുന്ന എന്നെ കാണാൻ. ഞാൻ ഈ പ്രായം കുറവാണെങ്കിലും നരയിട്ട് നടക്കുന്നത് അവന് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ അവൻ എന്നെ വരാൻ സമ്മതിക്കില്ല. അങ്ങനെ നിവർത്തിക്കേടുകൊണ്ടാണ് മനസ്സോടെ ഞാൻ ഈ കറുത്ത പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ എനിക്കിപ്പോഴും വെളുത്ത മുടിയാണ് ഇഷ്ടം. കാരണം കരുണാകരൻ്റെയൊക്കെ തലമുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെളുത്ത് നല്ല അപ്പൂപ്പൻ പൂട പോലെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മലയാളത്തിൻ്റെ എന്നത്തെയും നിത്യഹരിത നായകൻ നസീർ സാറായിരുന്നു ഇല്ലേ? പക്ഷേ നസീർ സാർ എത്ര വയസ്സ് വരെ ജീവിച്ചു എന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ അദ്ദേഹം സിനിമയിൽ നായകനായി എത്ര വയസ്സ് വരെ ഉണ്ടായിരുന്നു? അദ്ദേഹം മരിക്കുന്നതിന് ഒരു 7-8 വർഷം മുമ്പ് തന്നെ അദ്ദേഹം നായക സ്ഥാനത്ത് നിന്ന് അച്ഛൻ വേഷങ്ങളിലേക്ക് ക്രമേണ മാറി ഇല്ലേ? 1980 ഈ നായാട്ട് എന്ന് പറഞ്ഞ ശ്രീമാൻ നമ്പി സാറിൻ്റെ പടമൊക്കെ വരുമ്പോൾ ഹിന്ദിയിൽ പ്രാൺ ചെയ്ത ചെറിയ വേഷമല്ലേ, ജയൻ മുഖ്യ വേഷവും നസീർ സാറ് ചെറിയ വേഷത്തിലേക്ക് മാറി തുടങ്ങി ആ സമയം മുതലൊക്കെ. പക്ഷേ നസീർ സാറിൻ്റെ ഒരു വിശാല ഹൃദയം ഉള്ളതുകൊണ്ട് അദ്ദേഹം അത്തരം വേഷങ്ങളും ചെയ്തു. ഇപ്പോൾ ധ്വനിയൊക്കെ കണ്ടില്ലേ, അതിലൊക്കെ അച്ഛൻ വേഷങ്ങളിലേക്ക് മാറി. പക്ഷേ മലയാളത്തിൻ്റെ
എന്താ പറയുക, മെഗാസ്റ്റാർ എന്നോ എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ വിശേഷണങ്ങൾ പറഞ്ഞാലും മതിവരാത്ത മമ്മൂട്ടിക്ക്, എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് 70 വയസ്സായി. ഇന്ന് ഞാനിത് ചിത്രീകരിക്കുന്ന തിങ്കളാഴ്ചയാണ്. നാളെ സെപ്റ്റംബർ 7-ാം തീയതി ചൊവ്വാഴ്ച അദ്ദേഹത്തിന് 70 വയസ്സ് തികയാണ്. വിശാഖമാണ് നക്ഷത്രം. വിശാഖ നക്ഷത്രം വെച്ച് നോക്കുകയാണെങ്കിൽ വരുന്ന അടുത്ത ഞായറാഴ്ച 12-ാം തീയതി ഞായറാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അദ്ദേഹം സെപ്റ്റംബർ 7 ജന്മദിനമായിട്ട് കൂട്ടുമോ, വിശാഖം നാൾ വരുന്ന സെപ്റ്റംബർ 12 ജന്മനാളായിട്ട് കൂട്ടുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറിന് 70 വയസ്സായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴും ആ ഗോൾഡൻ വിസ വാങ്ങിക്കാൻ പോയ ദുബായിൽ പോയപ്പോൾ, അബുദാബിയിൽ പോയപ്പോൾ അദ്ദേഹം മോഹൻലാലും കൂടെ നിൽക്കുന്ന കണ്ടാൽ 70 വയസ്സുകാരനാണ് ഈ നിൽക്കുന്നത്, അല്ലെങ്കിൽ തൊട്ട് പുറകെ നിൽക്കുന്ന അടുത്ത ആൾ 61 കഴിഞ്ഞ ആളാണെന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നും. സത്യം പറഞ്ഞാൽ കാലം ഇവരുടെ രണ്ടുപേരുടെയും മുന്നിൽ മടിച്ചു നിൽക്കുന്നു എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക്, പാണാപ്പറമ്പിൽ മുഹമ്മദ് കുട്ടി ഇസ്മായിൽ എന്ന മമ്മൂക്കയ്ക്ക്, അദ്ദേഹത്തിന് സ്ഫോടനം എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ സമയത്ത് സജിൻ എന്ന് പേരിട്ട് പി ജി വിശ്വംഭരൻ. എന്തൊരു ബോറായിരുന്നല്ലേ ആ സജിൻ എന്നുള്ള പേര്. മമ്മൂക്ക ശരി ഇത് മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു ബോറായിരുന്നല്ലേ സൂപ്പർ സ്റ്റാർ സജിൻ. മമ്മൂട്ടി എന്ന് പറയുന്ന പേര് എവിടെ നിൽക്കുന്നു ഇല്ലേ? സജിനൊന്നും 7 അയലത്തെത്തില്ല. അദ്ദേഹത്തിന് 70 വയസ്സായി. കഴിഞ്ഞ 50 വർഷമായി മലയാള സിനിമയിൽ എത്തിയിട്ട് അദ്ദേഹം അനുഭവങ്ങൾ, പാളിച്ചകൾ മുഴുവൻ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ 50 വർഷമായി. എന്തായാലും 400 സിനിമകളിൽ, അത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്. അംബേദ്കർ ഇംഗ്ലീഷിലാണ് വെച്ചത്. 400 സിനിമകളിൽ പ്രധാന വേഷം ചെയ്യാനായി, മുഖ്യവേഷം ചെയ്യാനായി അദ്ദേഹത്തിന്. നാഷണൽ അവാർഡ് അടക്കം, പത്മശ്രീ അടക്കം എന്തെല്ലാം നേടാമോ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക്. ഒരു കൊച്ചു സംസ്ഥാനം, ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ ഒരു നടന്, മലയാള സിനിമയിലെ ഒരു ചെറിയ ഭാഷ സംസാരിക്കുന്ന മലയാള സിനിമയിലെ ഒരു നായകന് ലോകത്ത് എന്തെല്ലാം അവാർഡുകൾ കിട്ടാമോ അതെല്ലാം കിട്ടിയ ഭാഗ്യവാനാണ് മമ്മൂക്ക. 1979 സുൽഫത്തിനെ അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സുർമി എന്ന് പറഞ്ഞ അരുമയായ ഒരു മോളുണ്ടായി. സിനിമയിൽ തുടക്കകാലത്ത് അദ്ദേഹം ഭാര്യയെയും കുട്ടിയെയും ലൊക്കേഷനിൽ കൊണ്ടുവരികയും അതിൻ്റെ സ്റ്റില്ലുകളൊക്കെ അക്കാലത്ത് പത്രങ്ങളിലൊക്കെ ഒരുപാട് വരുമായിരുന്നു. കാരണം ഫാമിലി എപ്പോഴും സെറ്റിൽ കൂടെ കൊണ്ടാവുമായിരുന്നു, സുർമിയും ഭാര്യയും. 82 സുർമി വന്നു. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ ദുൽഖർ സൽമാൻ ഉണ്ടായി. ദുൽഖറിനെ പറ്റി ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് മമ്മൂക്കയേക്കാൾ അഭിനയത്തിൽ ഇഷ്ടം ദുൽഖറിനെയാണ്. കാരണം മമ്മൂക്ക നന്നായിട്ട് അഭിനയിക്കുന്നു, ദുൽഖർ നന്നായി ബിഹേവ് ചെയ്യുന്നു സിനിമയിൽ, ക്യാമറയുടെ ഫ്രണ്ടിൽ. ഇബ്രാഹിം കുട്ടിയും സക്കറിയുമാണ് ഇദ്ദേഹത്തിൻ്റെ 2 സഹോദരന്മാർ. സഹോദരിമാരുണ്ട്, സഹോദരന്മാരാണായിട്ട് പിന്നെയുള്ള 2 പേര് ഇവരാണ്. അതിൽ ഇബ്രാഹിം കുട്ടിയായിട്ട് ഞാൻ നല്ല ബന്ധം, ഒരു എന്താ പറയുക, ഒരു ജ്യേഷ്ഠാനുജ ബന്ധമൊന്നും തന്നെ പറയാം. മമ്മൂക്കയേക്കാൾ അടുപ്പമുണ്ട് ഇബ്രാഹിം കുട്ടിയായിട്ട്. സക്കറിയെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല ഇതുവരെ. അദ്ദേഹത്തിന് അഭിനയിച്ചത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സഖാവ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിസത്തിലെ നല്ല വാഗ്മിയായ, പ്രസംഗിക്കാൻ ഭയങ്കര മിടുക്കുള്ള, ആ പ്രസംഗത്തിലൂടെ നേതാവായി വളർന്ന, കമ്മ്യൂണിസ്റ്റുകാരനായി ഒരു ശരാശരി കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാവേണ്ട ഒരു യോഗ്യതയുമില്ലാത്ത, പ്രസംഗത്തിലൂടെ ഗ്ലാമർ പരിവേഷം ഉണ്ടാക്കി അതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായി വളർന്ന AP കളക്കാടിൻ്റെ ദേവലോകം എന്ന് പറഞ്ഞ നോവലിനെ ആസ്പദമാക്കി MT വാസുദേവൻ നായർ സംവിധാനം ചെയ്യാനിരുന്ന ജനശക്തി ഫിലിംസിൻ്റെ ദേവലോകത്തിലൂടെയാണല്ലോ സഖാവ് രാമചന്ദ്രൻ്റെ വേഷം ചെയ്തുകൊണ്ടാണ് ക്യാമറയുടെ മുന്നിൽ തുടക്കം കുറിക്കുന്നത്. മറ്റേ നേരത്തെ പറഞ്ഞ 2-3 പടമുണ്ട്, അതൊക്കെ അങ്ങ് വിടാം. ദേവലോകം പാതി വഴിയിൽ നിന്ന് പാതിയില്ല, തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവസാനിച്ചു. വീണ്ടും അദ്ദേഹത്തിന് ഒരു പരീക്ഷ നടത്തുന്നത് MG തിരക്കഥ എഴുതി മരിച്ചുപോയ ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ കഴിയുമ്പോഴേക്കും KG ജോർജിൻ്റെ മേള. വേണമെങ്കിൽ ഓരോ സിനിമയും തുടക്കകാലത്ത് മമ്മൂട്ടിക്ക് കിട്ടിയ ഓരോ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ഒരു എപ്പിസോഡ് ഉപയോഗിക്കാം. മേളയിൽ KG ജോർജിനെ ഒന്ന് സംപ്രീതനാക്കി ഒരു വേഷം ഒപ്പിക്കാനായി മമ്മൂട്ടി നമ്മുടെ അൻസാർ കലാഭവൻ്റെ ജ്യേഷ്ഠനുമായി പോയി ചെയ്ത കഥകളൊക്കെ കേട്ടാൽ, അല്ലെങ്കിൽ ശ്രീനിവാസൻ്റെ പിന്തുണ ലഭിച്ചത്, ആ പടത്തിൽ ശ്രീനിവാസനാണ് ഡബ് ചെയ്തത് മമ്മൂട്ടിക്ക്. അങ്ങനെ മേള ചെയ്തു.
ഈ അടുത്ത കാലത്ത് മരിച്ച പൊക്കം കുറഞ്ഞ രഘുവായിരുന്നു നായകൻ. നല്ല നല്ല മനോഹരമായ സിനിമയായിരുന്നു. ടെൻറ്റിനുള്ള സർക്കസ് ടെൻറ്റിനുള്ള ദുഃഖകഥ പറഞ്ഞ പ്രണയകഥ പറഞ്ഞ ഒരു മനോഹരമായ സിനിമ. മേള കഴിഞ്ഞതോടുകൂടി പിന്നെ എന്താ പറയുക, തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നിട്ടില്ല മമ്മൂട്ടിക്ക്. ജയനും ഷീലയും വിജയമോസ് ബാബുവും കൂടി ചേർന്ന് ബാബുസേവരും കൂടെ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന സ്ഫോടനം, അതിൽ അകാലത്തിൽ ജയൻ മരിച്ചു പോയപ്പോൾ രണ്ടാമത് വീണ്ടും ചെയ്യാൻ വന്നപ്പോൾ ജയൻ്റെ വേഷം സുകുമാരന് കൊടുത്തിട്ട് സുകുമാരൻ ചെയ്യാനിരുന്ന വേഷം മമ്മൂട്ടിക്ക് കൊടുത്തു സ്ഫോടനം. പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വേഷങ്ങൾ ഒന്നൊന്നൊന്നായി ചെയ്തു പോകുമ്പോഴാണ് എം ടി വാസുദേവൻ നായരുടെ തന്നെ തൃഷ്ണ എന്ന് പറഞ്ഞ സിനിമ ഐ വി ശശി സംവിധാനം ചെയ്യുന്നത്. തൃഷ്ണയിലെ നായകൻ ബാബു നമ്പൂതിരിയായിരുന്നു. ഒരു ഗസ്റ്റ് വേഷം പോലത്തെ ഒരു വേഷം രതീഷിനുമായിരുന്നു. ബാബു നമ്പൂതിരി എന്തുകൊണ്ടോ എം ടിയുടെ ആ കഥാപാത്രമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു അതൊരു സ്ത്രീ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയമാണ്, സബ്ജക്റ്റാണല്ലോ. അത് ഒരു കോളേജ് അധ്യാപകനായ ബാബു നമ്പൂതിരിക്ക് എന്തോ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. കുറച്ച് ചിത്രീകരിച്ചിട്ട് ബാബു നമ്പൂതിരിയെ മാറ്റി പകരം ആരെന്ന് ചിന്തിക്കുമ്പോൾ രതീഷിൻ്റെ ഒരു ശുപാർശയാണ് മമ്മൂട്ടിയുടെ പേര് മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ തൃഷ്ണയിലൂടെ ഐ വി ശശിയുമായി തുടക്കം കുറിക്കുന്നു. പിന്നെ ഐ വി ശശിയുടെ എത്ര സിനിമകൾ ചെയ്തു എന്ന് ഞാൻ പറയണ്ടല്ലോ നമ്മളോട്. അതിരാത്രം പോലെ, ആവനാഴി പോലെ എത്ര സിനിമകളില്ലേ. ഐ വി ശശിയുടെ എത്ര ഹിറ്റ് സിനിമകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ പോലെ, മനോഹരമായ ഒരുപാട് സിനിമകൾ, അക്ഷരങ്ങൾ പോലെ ഒരുപാട് സിനിമകൾ മമ്മൂട്ടി ഐ വി ശശി കൂട്ടുകെട്ടിലുണ്ടായി. മമ്മൂട്ടി ഐ വി ശശി എം ടി വാസുദേവൻ നായർ കൂട്ടുകെട്ടിൽ തന്നെ ഒരുപാട് സിനിമകളുണ്ടായി. പിന്നെ ഹരിഹരൻ്റെ ഞാൻ പറയേണ്ട വടക്കം വീരഗാഥ, ജയനൊരു ശരപഞ്ചരം കൊടുത്തതുപോലെ ഹരിഹരൻ മമ്മൂട്ടിക്ക് കൊടുത്തതാണ് വടക്കം വീരഗാഥ. അതും എം ടിയുടെ സ്ക്രിപ്റ്റായിരുന്നു. അവനായി ഞാൻ നേരത്തെ പറഞ്ഞു. ഡെന്നീസ് ജോസഫ്, അകാലത്തിൽ മരിച്ചുപോയ ഡെന്നീസ് ജോസഫിൻ്റെ സ്ക്രിപ്റ്റിൽ ടി എസ് സുരേഷ് ബാബു ചെയ്ത കോട്ടയം കുഞ്ഞച്ചൻ, നമ്മളെ രാജമാണിക്യം, രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ സംവിധാനം ചെയ്യാനിരുന്ന രാജമാണിക്യം എനിക്ക് പറ്റിയ സബ്ജക്റ്റ് അല്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അൻവർ റഷീദിന് കൊടുത്തു. അൻവർ റഷീദ് അതൊരു സൂപ്പർ ഹിറ്റാക്കി മാറ്റി. ടി വി ചന്ദ്രൻ്റെ പൊന്തമാണ് നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്ത പൊന്തമാണ്. വീരഗാഥയോടൊപ്പം തന്നെ നാഷണൽ അവാർഡിന് മമ്മൂട്ടിയെ യോഗ്യനാക്കിയതാണ് പൊന്തമാണ്. പിന്നെ പടയോട്ടത്തിൻ്റെ ഞാൻ എപ്പോഴും ആലോചിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നൊരു കാര്യം, പടയോട്ടത്തിൽ മോഹൻലാലിൻ്റെ അച്ഛൻ്റെ വേഷമായിരുന്നു മമ്മൂട്ടിക്ക്. അന്ന് എത്ര വയസ്സ് വരും നിങ്ങളെ 33-34 വയസ്സേ ഉള്ളൂ. മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് ജയിച്ചു. ഐ വി ശശിയുടെ ഈ നാട്, കെ ജി ജോർജിൻ്റെ യവനിക, പി ജി വിശ്വംഭരൻ്റെ സന്ധ്യയ്ക്ക് വിരിഞ്ഞപ്പോൾ, ബാലു കിരീതിൻ്റെ വിസ, ഭരതൻ്റെ അമരം, ഷാജി കൈലാസിൻ്റെ ദ കിങ്, വലിയേട്ടൻ, ജോഷി സാറിൻ്റെ നിറക്കൂട്ട്, ജോഷി സാറിൻ്റെ തന്നെ ന്യൂഡൽഹിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ. തുടർച്ചയായി 5 സിനിമ ദയനീയമായി പരാജയപ്പെട്ട് ഫീൽഡിൽ നിന്ന് തന്നെ ഞാൻ ഔട്ടാകുമോ എന്ന് ആശങ്കയോടെ നിൽക്കുന്ന മമ്മൂട്ടിയെ നായകനാക്കിക്കൊണ്ട് മമ്മൂട്ടിയെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള എന്താ പറയുക ദൃഢപ്രതിജ്ഞയോടെ ജൂബിലി ജോയിയും ജോഷി സാറും കൂടെ സംവിധാനം ചെയ്ത സിനിമയാണല്ലോ ന്യൂഡൽഹി. വേറെ ഏത് നിർമ്മാതാവാണെങ്കിലും മമ്മൂട്ടിയെ മാറ്റി ചിന്തിക്കും. പക്ഷേ ജൂബിലി ജോയി പറഞ്ഞു മമ്മൂട്ടിയെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരും ഈ പടത്തിലൂടെ. അതുപോലെ തന്നെ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ജോഷി സാറിനും സേഫ് സോണായിരുന്നു ആ സമയത്ത്. കാരണം അദ്ദേഹം ജനുവരി ഒരു ഓർമ്മയൊക്കെ ചെയ്യുന്ന സമയമാണ്. വേണമെങ്കിൽ ന്യൂഡൽഹിയിൽ മാറ്റി ചിന്തിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം മാറ്റി ചിന്തിക്കാൻ സമ്മതിച്ചില്ല. ന്യൂഡൽഹി ഞാൻ പറയണ്ടല്ലോ, എക്കാലത്തെയും മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റായ, ഇന്ത്യയിൽ ഏതെല്ലാം ഭാഷയിലേക്ക് ചിത്രീകരിക്കാമോ അവിടെ എല്ലാം റീമേക്ക് ചെയ്തിട്ടും ന്യൂഡൽഹിയിലെ കൃഷ്ണമൂർത്തി മമ്മൂട്ടി ചെയ്തത് അവിസ്മരണീയമാക്കിയതുപോലെ ആർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. ബാലു മഹേന്ദ്രയുടെ യാത്ര, ഭരതൻ്റെ കാതോട് കാതോരം, പത്മരാജൻ്റെ കൂടെവിടെ മാത്രമല്ല എത്രയോ സിനിമകൾ പത്മരാജൻ്റെ, തിങ്കളാഴ്ച നല്ല ദിവസം അടക്കം എത്രയോ നല്ല സിനിമകൾ, അരപ്പറ്റേട്ടി ഗ്രാമം അടക്കം എത്രയോ നല്ല സിനിമകൾ ചെയ്തു. അങ്ങനെ ഒരുപാട് മലയാളത്തിലെ എണ്ണം പറയാൻ തുടങ്ങിയാൽ പറഞ്ഞാൽ തീരാത്തത്ര കഥാപാത്രങ്ങൾ മമ്മൂട്ടിയെ തേടിയെത്തി. അദ്ദേഹം അതെല്ലാം അവിസ്മരണീയമാക്കിയ വേഷങ്ങളായിരുന്നു. പേരൻപിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, തമിഴിനെ മൗനം സമ്മതം എന്ന് പറഞ്ഞ കെ മധു സംവിധാനം ചെയ്ത CBI ഡയറക്കുറിപ്പ് പരമ്പരയും ഞാൻ പറഞ്ഞില്ല. CBI ഡയറക്കുറിപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ സേതുരാമയ്യരിലൂടെ CBIയുടെ അന്വേഷണം ജനകീയമാക്കാനും CBI എന്ന് പറഞ്ഞ സ്ഥാപനത്തെ ഏത് മലയാളിക്കും പരിചിതമാക്കാൻ കഴിഞ്ഞ സിനിമയാണല്ലോ. അതിൻ്റെ 4 ഭാഗം വന്ന് ഇപ്പോൾ 5ാമത് വരാൻ പോകും. ആ സിനിമ സൂപ്പർ ഹിറ്റായ ആ സിനിമ ചെയ്ത കെ മധുവാണ് മമ്മൂട്ടിയെ ആദ്യമായിട്ട് തമിഴിൽ അവതരിപ്പിച്ചത് മൗനം സമ്മതം എന്ന് പറഞ്ഞ സിനിമയിൽ. അവിടുന്ന് അദ്ദേഹം മണിരത്നത്തിൻ്റെ ദളപതി, പിന്നെ കണ്ടുകൊണ്ടൻ ഐശ്വര്യ റോയിയുടെ നായകനായിട്ട്, മക്കളാഴ്ചി, ജൂനിയർ സീനിയർ, കിളിപ്പേച്ചി കേൾക്കവ, പുതയൻ,
അരസിയൽ, വിശ്വതുളസി എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമ ചെയ്തു. അതിൽ വന്ദേ മാതരം, അതിൽ അവസാനം ചെയ്ത സിനിമയാണ് ഈ പേരൻപ്. നാഷണൽ അവാർഡിൻ്റെ എന്താ പറയുക, മികച്ച നടൻ്റെ നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് തേടി വന്നേനെ. എന്തോ ചെറിയ സ്ലിപ്പിൽ വിട്ടുപോയതാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറായിട്ട് അദ്ദേഹം ചെയ്ത സിനിമ 2000-ലാണ് വന്നത്. 21 വർഷമായ ആ സിനിമ. 2001 ഡിസംബർ 15 ആ പടം റിലീസ് ചെയ്തു. ജബ്ബാർ പട്ടേലായിരുന്നു അതിൻ്റെ സംവിധായകൻ. നാഷണൽ അവാർഡ് കിട്ടി. ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള നല്ല സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് ആ പടത്തിന് കിട്ടി. പിന്നെ അദ്ദേഹം അടൂരിൻ്റെയും ഷാജൻകറിൻ്റെയും ടി വി ചന്ദ്രൻ്റെയും നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ഷാജൻകറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചുള്ളൂ. പക്ഷേ അടൂരിൻ്റെയും ടി വി ചന്ദ്രൻ്റെയും പ്രിയപ്പെട്ട നടനായിരുന്നു മമ്മൂട്ടി. ഇപ്പോൾ പൊന്തമടയായാലും ശരി, വിധേയനായാലും ശരി, മതിലുകളായാലും ശരി, അനന്തരം ഒക്കെ നോക്കിയാൽ ഈ രണ്ട് സംവിധായകരുടെ പ്രിയപ്പെട്ട നടനായിരുന്നു അദ്ദേഹം. ഡാനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് ഡാനി, ടി വി ചന്ദ്രൻ്റെ. പൊന്തമടയും നല്ല പടമാണ്. പക്ഷേ അദ്ദേഹത്തിന് അരവിന്ദൻ്റെ ഒരു സിനിമയിലും അഭിനയിക്കാൻ കഴിഞ്ഞില്ല. അരവിന്ദൻ്റെ മാത്രമല്ല, പി.എ. ബക്കറിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, ലെനിൻ രാജേന്ദ്രൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ കുറേ നല്ല സംവിധായകരുടെ സിനിമകളിൽ അദ്ദേഹം ഉണ്ടായില്ല. എന്തായാലും എനിക്ക് മമ്മൂക്കയോടുള്ള ബന്ധം, ഞാൻ ആദ്യമായിട്ട് പത്രപ്രവർത്തകനായി, ഞാൻ ഈ ഏതോ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, പത്രപ്രവർത്തകനായി തുടക്കം കുറിക്കുന്നത് ഫിലിം നൈറ്റ് എന്ന് പറഞ്ഞ് കോഴിക്കോട് നിന്ന് ഇറങ്ങി തരുന്ന ഒരു പത്രത്തിലായിരുന്നു. ആ മാസികയുടെ തിരുവനന്തപുരം ലേഖകനായി ന്യൂഡൽഹിയുടെ സെറ്റാണ് ഞാൻ ആദ്യമായിട്ട് കവർ ചെയ്യാൻ പോകുന്നത്, മെർലാൻഡിൽ. ഒരു വൈകുന്നേരം മെർലാൻഡിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെയോ പ്രൊഡ്യൂസറെയോ കണ്ട് പെർമിഷൻ വാങ്ങണമെന്ന് എനിക്കറിയില്ല. സംവിധായകനോട് സാങ്ഷൻ ചോദിക്കാതെ അതിനകത്ത് സ്റ്റില്ലെടുക്കാൻ പാടില്ല എന്ന് എനിക്കറിയില്ല. ഞാനും ഇന്നത്തെ ക്യാമറാമാനായ കെ ശിവകുമാറും കൂടെയാണ് സെറ്റിൽ പോയത്. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ത്യാഗരാജനും, തമിഴ് നടൻ ത്യാഗരാജനും മമ്മൂട്ടിയുമായിട്ടുള്ളൊരു സീൻ കഴിഞ്ഞിട്ട് മമ്മൂട്ടി യാത്ര പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഒരു 5-6 പടങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ ഒരു വിഷമ ഘട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം മമ്മൂക്കയ്ക്ക് ഒരു അല്പം ഒരു ഇപ്പോൾ കാണുന്ന ആ പ്രൗഢിയില്ല. ഒരു നിസ്സംഗനായ മമ്മൂട്ടിയാണ് ഞാനവിടെ കണ്ടത്. അദ്ദേഹം സംവിധായകനോടൊക്കെ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ കൈ കയറി പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എനിക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഫിലിം നൈറ്റ് എന്ന് പറഞ്ഞിറങ്ങുന്ന, കോഴിക്കോട് നിന്ന് ഇറങ്ങുന്ന ദ്വൈവാരികയുടെ തിരുവനന്തപുരത്തെ ലേഖകനാണ്. എൻ്റെ പേര് ശാന്തുള്ള ദിനേശ്. അടുത്ത ലക്കം കവർ അടിക്കാനായിട്ടെ താങ്കളുടെ ഒരു 4-5 പടം എടുക്കണം, ട്രാൻസ്പെറൻസി. എപ്പോൾ പറ്റും? ഒരു നിമിഷമെങ്കിലും അദ്ദേഹം മനസ്സിലാലോചിച്ചോണം ഇവൻ ഏതോ ഒരു പൊട്ടനാണെന്ന്. കാരണം വൈകുന്നേരം ലൈറ്റ് പോയ ശേഷം ആരെങ്കിലും വീക്കിലിയുടെ കവർ എടുക്കാനായിട്ട് ആരെങ്കിലും വിളിക്കുമോ? എനിക്കറിയില്ല, അതാണ് പ്രശ്നം. അദ്ദേഹം വളരെ സൗമ്യനായി പറഞ്ഞു, അയ്യോ ലൈറ്റ് പോയല്ലോ, ഞാൻ മേക്കപ്പ് ഒഴിച്ചു, നാളെ മറ്റന്നാളെ വന്നാൽ നമുക്ക് എടുക്കാം. ഞാൻ ആയിക്കോട്ടെ. അദ്ദേഹം ഒരു ചിരി എന്നെ നോക്കി ചിരിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതോ ഒരു കന്നി അയ്യപ്പനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം മെർലാൻഡിലെ ആ ഫ്ലോറിൽ നിന്ന് പടിക്കെട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു 4-5 സ്റ്റെപ്പ് പോയിട്ട് ചുമ്മാ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. സത്യമായിട്ട് ഞാൻ പറയുന്നു, ഏതാണ്ട് 35 വർഷത്തോളമാകും, 30 വർഷം ചുരുങ്ങിയതായല്ലോ. ആ പടി ഇറങ്ങി പോകുമ്പോൾ മമ്മൂക്ക തിരിഞ്ഞു നോക്കി, എന്നെ നോക്കി, മനസ്സിൽ ചിരിച്ചപ്പോൾ ഈ ചുണ്ടിലൊരു ചിരി വരുമല്ലോ, ആ ചിരി ഇപ്പോഴും എൻ്റെ മനസ്സിൽ റിവൈൻഡ് ചെയ്താൽ കാണാൻ പറ്റും. ആ നിമിഷം ഓർത്താൽ മതി എനിക്ക് മമ്മൂക്കയോട് ഉള്ള സ്നേഹം അറിയാൻ. എനിക്കറിയാൻ ആ ചിരി നോക്കിയാൽ മാത്രമേ, ആ പടിക്കെട്ടിറങ്ങി പോകുമ്പോൾ തിരിഞ്ഞു നോക്കി എന്നെ നോക്കിയ ആ നോട്ടം, അവിടെ തുടങ്ങുന്നു ഞാനും മമ്മൂക്കയായിട്ടുള്ള സ്നേഹബന്ധവും ഇണക്കവും പിണക്കവും എല്ലാം. പിന്നെ ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ്, മോഹൻലാലിൻ്റെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടത്തി വെച്ചൊരു ഒരു പൊട്ടനായ ഒരു ആരാധകനെ ഒരൊറ്റ അടിയിച്ചു കൊടുത്തു പുള്ളി. അത് ഞാൻ റിപ്പോർട്ട് ചെയ്തു. ആ മോഹൻലാലിൻ്റെ കല്യാണത്തിൻ്റെ റിപ്പോർട്ടിനിടയിൽ കോപിഷ്ഠനായ മമ്മൂട്ടി ആരാധകനെ തല്ലി എന്ന് പറഞ്ഞൊരു ബോക്സ് കൊടുത്തു. ആ ബോക്സ് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയും, മികച്ച സ്വർണ്ണ മെഡൽ, ലേഖന മത്സരത്തിൽ നിന്ന് സ്വർണ്ണ മെഡൽ നേടിയ ഞാൻ അവാർഡ് വാങ്ങാനിരിക്കുന്ന സെനറ്റ് ഹാളിലെ സദസ്സ് വേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രി കൃഷ്ണകുമാർ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര കോപിഷ്ഠനായി അലറി എന്നോട് വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയും, അതിന് നന്നായിട്ട് ഈ പെട്രോളൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ, തീയിൽ പെട്രോൾ ഒഴിച്ചാൽ എന്താവും എന്ന് പറയണ്ടല്ലോ, അതുപോലെ ഒന്നാമതേ പുലി, കൂടെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ മമ്മൂക്കയെ പോലൊരു ക്ഷിപ്രകോപിയായ ഒരു മനുഷ്യന്, ശുദ്ധനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭീമൻ രഘു, ഇപ്പോൾ എൻ്റെ ഭീമൻ രഘു എൻ്റെ വളരെ അടുപ്പമുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇവനെയൊന്നും വർത്തമാനം കൊണ്ടല്ല, ഇവനെ കൈകാര്യം ചെയ്യേണ്ടത് നല്ല തല്ല് കൊടുത്തിട്ടാണെന്ന് പറഞ്ഞ് പ്രകോപിപ്പിച്ചിട്ട് പോലും മരിച്ചുപോയ അലക്സ് എന്ന് പറഞ്ഞ നടൻ അതിൻ്റെ ഇടയിൽ വീഴുകയൊക്കെ ചെയ്ത്. എങ്കിലും എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ സ്വർണ്ണ മെഡൽ വാങ്ങുന്ന സദസ്സിൽ വെച്ച് എൻ്റെ അമ്മ മുന്നിലിരിപ്പുണ്ട്.
അമ്മ കരുതിയത് മകനോട് മമ്മൂട്ടി എന്ത് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്, മമ്മൂട്ടി എല്ലാം കൊന്നു കൊല വിളിക്കുക. അങ്ങനെ പിണങ്ങിയ മമ്മൂക്ക. പിന്നെ പുറപ്പാടൊക്കെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മമ്മൂക്കയോട് സംസാരിക്കുകയില്ലായിരുന്നു, വിഷയ പോലും ഇല്ലായിരുന്നു. പക്ഷെ സുഹൃത്തം ചെയ്യാൻ വന്നപ്പോൾ മമ്മൂക്കയ്ക്ക് അത് ഓർമ്മ പോലും ഇല്ല. ഇതാണ് ആ മനുഷ്യൻ്റെ മഹത്വം. പറയുന്ന നേരത്തല്ലാതെ അദ്ദേഹം അതൊന്നും മനസ്സിൽ വയ്ക്കുന്ന ആളല്ല. ഞാനിപ്പോഴും 10-35 വർഷമായിട്ട് ആ കഥയും കൊണ്ട് നടക്കുക. പക്ഷെ മമ്മൂക്കയുടെ മനസ്സിൽ അതൊന്നുമില്ല. സുഹൃത്തം വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി അത് ഓർമ്മ പോലും ഇല്ല. അങ്ങനെ ഒരു ആത്മബന്ധം മമ്മൂക്കയുമായിട്ടാണ് മലയാള സിനിമയിൽ ഒരു വലിയേട്ടനെ പോലെ ഞാൻ എന്നും ബഹുമാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെർലാൻ സ്റ്റുഡിയോയിലെ പടിക്കെട്ടിറങ്ങുമ്പോൾ എന്നെ തിരിഞ്ഞു നോക്കിയ ആ മന്ദഹാസം ഇന്നും നിധി പോലെ സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹം എന്താ പറയുക, മലയാള സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല, പക്ഷെ സിനിമയ്ക്ക് എന്നെ ആവശ്യമുണ്ട്, സിനിമയെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഇന്നും സിനിമയോടുള്ള കൊതി തീരാത്ത മനുഷ്യനാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴും എനിക്ക് മമ്മൂക്കയോടുള്ള പരിഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ കാതോട് കാതോരം പോലെ, അമരം പോലെ, അക്ഷരങ്ങൾ പോലെ, ആൾക്കൂട്ടത്തിൽ തനിയെ പോലെ, അങ്ങനെ കുറേ പടങ്ങളുണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത്തരം സിനിമകൾ കണ്ട യവനിക പോലെ ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സിനിമകളുണ്ടല്ലോ. വേണമെങ്കിൽ അച്ഛനും മകനോട്ട് എന്ന് വെച്ചാൽ പരമ്പര പോലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അങ്ങനെയുള്ള സിനിമകളിൽ ചെയ്തിരുന്ന മമ്മൂട്ടി കഴിഞ്ഞ 8-10 വർഷമായിട്ട് അദ്ദേഹത്തിന് സൂട്ടബിൾ അല്ലാത്ത, അദ്ദേഹത്തിൻ്റെ പ്രായത്തിന് യോജിക്കാത്ത കഥാപാത്രങ്ങൾ നിരന്തരമായി ചെയ്യുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഏതോ ഒരു സ്റ്റോറിയിൽ പറഞ്ഞു, ചട്ടമ്പി നാട് പോലുള്ള സിനിമ, മധുരരാജ പോലുള്ള സിനിമയൊന്നും ഞാൻ കാണില്ല. കാരണം എനിക്ക് മമ്മൂക്കയെ അങ്ങനെ കാണാൻ ഇഷ്ടമല്ല. ഭൂരിപക്ഷത്തിന് ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ അദ്ദേഹം വീണ്ടും വീണ്ടും അത് ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് അദ്ദേഹം രജനീകാന്ത് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ ചെയ്യുന്നത് പോലെ പ്രായത്തിനനുസരിച്ചുള്ള നായക വേഷം, അണ്ടർലൈനിട്ട് പറയുന്നു നായക വേഷം, അല്ല അച്ഛൻ വേഷം ചെയ്ത് ഒതുങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. അത്തരം നായക വേഷങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നുവെങ്കിൽ എത്ര മികച്ച സിനിമകൾ നമുക്കുണ്ടായിരുന്നേ, ഇല്ലേ? ഇപ്പം ലോഹിതദാസ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം അമരം പോലുള്ള വിഷയങ്ങൾ ഇനിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അമരം പോലത്തെ വേറൊരു റീപ്രൊഡ്യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്വതയുള്ള പ്രായമുള്ള കുടുംബസ്ഥനായ വാത്സല്യത്തിലൊക്കെ ചെയ്തതുപോലുള്ള, അച്ചാണിയിൽ നസീർ സാർ ചെയ്തതുപോലെ അങ്ങനെയൊക്കെയുള്ള വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ സബ്ജക്റ്റ് കണ്ടെത്തുന്നവർ എനിക്ക് അത്തരം വേഷങ്ങൾ ചെയ്തു തരും. അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാജമാണിക്യം പോലുള്ള വേഷങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ എത്ര സിനിമ ഉണ്ടായിരുന്നല്ലേ. അദ്ദേഹം കാലിൽ ചിലങ്കയൊക്കെ കെട്ടി ഡാൻസ് ചെയ്യുന്ന ഏതൊരു പടം വന്നു, എനിക്ക് പടത്തിൻ്റെ പേര് ഓർമ്മയില്ല, താപ്പാന പോലുള്ള ഏതൊരു പടം. അതൊന്നും കണ്ടിരിക്കാൻ ബോറൊന്നുമല്ല, ഭയങ്കര രസകരമായ ഡാൻസ് മാസ്റ്റർ മുമ്പ് പോയി ഡാൻസ് പരിശീലിക്കുകയും തൊട്ടടുക്കുന്ന പെൺകുട്ടിയുടെ കാലിൽ ചവിട്ടൊക്കെ ചെയ്യുന്നത് ഞാൻ തലകുത്തി ചിരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം അത്തരത്തിലാവുമ്പോഴാണ് പ്രശ്നം. വ്യത്യസ്തമായ കുറേ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 10 വേഷങ്ങളെങ്കിലും നോട്ടബിളായി മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. ഞാനത് പറഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിൻ്റെ ഈ ഫാൻസുകാരാണ് പലപ്പോഴും അദ്ദേഹത്തെ വഴിതെറ്റിക്കുന്നത്. അവർ ചോദിക്കും, ആ പറഞ്ഞതിൽ ഈ പറഞ്ഞതിൽ പേരൻപ് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. കണ്ടു വേഷം കണ്ടു, നല്ല പടമായിരുന്നു, അങ്ങനെയുള്ള ചില വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ, നായക വേഷം ചെയ്യാവുന്ന കഥാപാത്രങ്ങൾ ചെയ്തിരുന്നെങ്കിൽ മലയാളത്തിന് ഒരുപാട് എണ്ണമറ്റ മനോഹരമായ സിനിമകൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഒരുപാട് ഉണ്ടാകുമായിരുന്നു. അവസാനമായി ഞാൻ പറയട്ടെ, അദ്ദേഹം ഇപ്പോൾ ഒരു പുഴു എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നു, ഒരു പുതിയ സംവിധായകൻ. മലയാളത്തിൽ എത്ര പുതുമുഖങ്ങളെയാണ് മമ്മൂക്ക കൊണ്ടുവന്നത് നിങ്ങൾ ആലോചിക്കുക, എത്ര പുതുമുഖങ്ങൾ ഇല്ലേ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായ ജോർജാണ് പുഴു നിർമ്മിക്കുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, ഇവിടെ ഒരു പണമാരി പടമായ ആരെങ്കിലും ഒരു നല്ല ആക്ഷനൊക്കെ ഉള്ള ഒരു പണം വാരാവുന്ന ഒരു സബ്ജക്റ്റ് നീ ചെയ്താൽ മതി, രാജമാണിക്യമൊക്കെ പോലുള്ള ഒരു സബ്ജക്റ്റ് ചെയ്താൽ മതി എന്ന് അദ്ദേഹത്തിന് പറയാം. പക്ഷേ അദ്ദേഹം പുഴു എന്ന് പറഞ്ഞൊരു പുതിയ നവാഗതയായ ഒരു പെൺകുട്ടി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ പാർവതിയോടൊപ്പം അഭിനയിക്കുന്നു. നല്ല സിനിമയാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഞാനൊരു കഥ കേട്ടു, കല്ലൂർ ഡെന്നിസ് ഇദ്ദേഹത്തിന് ഒരുപാട് ഒരു സൂട്ട് കേസും ബേബി ശാലിനിയും മമ്മൂട്ടിയും വെച്ച് 100 ദിവസം ഓടാവുന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതാമെന്ന് തെളിയിച്ച ആളാണല്ലോ കല്ലൂർ ഡെന്നിസ്. എത്ര സിനിമ എഴുതിയില്ലേ, സന്ദർഭമൊക്കെ പോലുള്ള എത്ര സൂപ്പർ ഹിറ്റായ സിനിമകൾ. അങ്ങനെയുള്ള ആ രാത്രി പോലുള്ള എത്രയോ ഹിറ്റുകൾ അവർ തമ്മിലുണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ സൂപ്പർ ഹിറ്റുകളായ ജനുവരി ഓർമ്മയടക്കം എത്രയോ സിനിമകൾക്ക്, സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥ എഴുതിയ കല്ലൂർ ഡെന്നീസിൻ്റെ മകൻ ഒരു മനോഹരമായ തിരക്കഥ എഴുതി കണ്ട് അത് കേട്ട ജോഷി സാറിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം അപ്പം തന്നെ മമ്മൂട്ടി വിളിച്ചു പറഞ്ഞു, മമ്മൂട്ടി നമ്മുടെ ഡെന്നീസിൻ്റെ മോനൊരു തിരക്കഥ കൊണ്ട് തന്നെ വായിച്ച് കേൾപ്പിച്ചു, നീ അതൊന്ന് കേൾക്കണം. മമ്മൂട്ടി ആ തിരക്കഥ വായിച്ച് കേട്ട് ആരാണ് എൻ്റെ മനസ്സിലുള്ള സംവിധായകൻ, അവൻ ആരെ 2 പേരുടെ പേര് പറഞ്ഞു. അതിലൊന്നും ജോഷി സാറാണ്, പിന്നെ വേറെ ഒരാളുടെ പേര് പറഞ്ഞു.
ഓക്കെ, എന്താ അവർ ചെയ്യണമെന്ന് എനിക്ക് തോന്നാൻ കാര്യം അല്ല, എൻ്റെ ഈ സബ്ജക്റ്റ് അവരിൽ ആരെങ്കിലും ചെയ്താൽ നന്നാവുമെന്ന് തോന്നി. അത് വേണ്ട, നീ സംവിധാനം ചെയ്യും. ആരെങ്കിലും മലയാളത്തിലെ ഇന്നത്തെ ഏതെങ്കിലും ഒരു നായകൻ അങ്ങനെ പറയും? ആലോചിച്ച് നോക്കി. ജോഷി സാറിനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറഞ്ഞ് എഴുതിയ ഒരു തിരക്കഥ വായിച്ച് കേട്ട് രസമുള്ള ഒരു തിരക്കഥയാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, നീ ഡയറക്റ്റ് ചെയ്യും, എല്ലാ പൂർണ്ണ പിന്തുണയും ഞാൻ തരുന്നു. അതാണ് മമ്മൂട്ടി. അപ്പോൾ കല്ലു ഡെന്നീസിൻ്റെ മകൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാൻ പോകുന്നു, മമ്മൂട്ടിയുടെ മുന്നിൽ ആക്ഷൻ കട്ട് പറയാൻ പോകുന്നു. ഇങ്ങനെ എത്ര സംവിധായകരെ അദ്ദേഹം കണ്ടെത്തിയെന്ന് നിങ്ങൾ ആലോചിച്ചു. എത്ര പേരെ. ഒരു പക്ഷേ ഞാനൊരു ബംഗ്ലാവിൽ അവധിയിലേക്ക് തിരിയാതെ ഞാൻ ആദ്യമായിട്ടൊരു സംവിധാനം ചെയ്യാനായിട്ട് ആഗ്രഹം വന്നപ്പോൾ മമ്മൂക്കയെ പോയി കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ ഒരു സിനിമ എന്നെ കൊണ്ട് പുള്ളി ചെയ്യിച്ചല്ലേ. ഞാനത് ചെയ്തില്ല, ഞാൻ അദ്ദേഹത്തെ കാണാനൊന്നും പോയില്ല, ഞാൻ എൻ്റെ വഴിയെ പോയി. കാരണം രണ്ടുപേരും ഈ വിശാഖ നാളായതിൻ്റെ ഒരു കുഴപ്പമുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അത്രയും വളരുകയോ അത്രയും സമ്പന്നനോ ഒന്നും അല്ലെങ്കിലും അത്രയും പേരുള്ളവനൊന്നും അല്ലെങ്കിലും ഈ വിശാഖ നാളിൻ്റെ ഒരു കുഴപ്പം എനിക്കുമുണ്ട്. ഞാനതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പോയില്ല. അതിന് നിരാശയൊന്നുമില്ല. എന്തായാലും മലയാള സിനിമാ ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ചു, 70 വയസ്സായ മനുഷ്യൻ നായകനായി വിലസുന്നു മലയാള സിനിമയിൽ. ഇന്ത്യൻ സിനിമയിലുണ്ടോ? ആലോചിച്ച് നോക്കിയോ, ഉണ്ടോ? അമിതാഭ് ബച്ചൻ അടക്കം, രജനീകാന്ത് അടക്കം ആര് വേണം എടുത്തു, ഒരാളുമില്ല. MGR ആയാലും NT രാമറാവു ആയാലും ഒരാൾക്കും മമ്മൂട്ടിയുടെ സ്ഥാനം നേടാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. ചിലപ്പോൾ ഒരു പക്ഷേ മനുഷ്യൻ്റെ കാര്യമില്ല, ഒരു പക്ഷേ എന്ന് പറയാൻ പറ്റും. 8 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 70-ാം വയസ്സിലും മോഹൻലാലും ചിലപ്പോൾ ഇവിടെ നായകനായിരിക്കും. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് മോഹൻലാൽ പറഞ്ഞൊരു കമൻ്റാണ്. പ്രിയപ്പെട്ട ഇച്ചാക്ക, ജന്മദിനാശംസകൾ. ഈ ദിവസം എനിക്കും ആഘോഷിക്കാനുള്ളതാണ്. കാരണം ഇത് എൻ്റെയും കൂടി ജ്യേഷ്ഠ സഹോദരൻ്റെ പിറന്നാളാണ്. സഹോദര നിർവിശേഷമായ വാത്സല്യം കൊണ്ട്, ജ്യേഷ്ഠതുല്യമായ കരുതൽ കൊണ്ട് ജീവിതത്തിലെയും പ്രൊഫഷണൽ ജീവിതത്തിലെയും എല്ലാ ഉയർച്ച താഴ്ചകളിലും സന്തോഷത്തിലും സങ്കടത്തിലും താങ്ങായി ഒപ്പം നിൽക്കുന്ന സാന്നിധ്യമാണ് എനിക്ക് മമ്മൂക്ക. അദ്ദേഹത്തിൻ്റെ ജന്മനാൾ ഞാനും എൻ്റെ കുടുംബവും ഒപ്പം ആഘോഷിക്കുന്നു. ഇതുപോലൊരു പ്രതിഭയ്ക്കൊപ്പം ജീവിക്കാനാവുന്നു എന്നത് തന്നെ സുഹൃതം. അഭിനയത്തിൽ തൻ്റെതായ ശൈലി കൊണ്ട് വേറിട്ട വ്യക്തിമുദ്ര പതിപ്പിച്ച ഇച്ചാക്കയ്ക്കൊപ്പം എൻ്റെയും പേര് വായിക്കപ്പെടുന്നു എന്നതേറെ സന്തോഷം നൽകുന്നതാണ്. 4 പതിറ്റാണ്ടിനിടെ ഞങ്ങൾ ഒന്നിച്ചത് 53 സിനിമകളിൽ, ഒന്നിച്ച് നിർമ്മിച്ചത് 5 സിനിമകൾ. ഇതൊക്കെ വിസ്മയമെന്നേ കരുതാനാവൂ. ലോകത്തൊരു ഭാഷയിലും ഇത്തരമൊരു ചലച്ചിത്ര കൂട്ടായ്മ ഉണ്ടായി കാണില്ല. ചെയ്യാനിരിക്കുന്ന വേഷങ്ങൾ ചെയ്തവയേക്കാൾ മനോഹരം എന്നാണ് ഞാൻ കരുതുന്നത്. ഇച്ചാക്കയിൽ നിന്നും ഇനിയും മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെയും കൂടുതൽ നല്ല കഥാപാത്രങ്ങളും മികച്ച സിനിമകളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുമതികളുടെ ആകാശങ്ങളിൽ ഇനിയുമേറെ ഇടം കിട്ടട്ടെ എന്നും ഇനിയും ഞങ്ങൾക്കൊന്നിക്കാനാവുന്ന മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകി എൻ്റെ ഈ ജ്യേഷ്ഠ സഹോദരനെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ മധുരം ചാലിച്ച് ഇച്ചാക്കയ്ക്ക് എൻ്റെ പിറന്നാളുമ്മ. ഞാൻ ജീവിതം കണ്ടത് ഇച്ചാക്കയിലൂടെയാണ്. ഇച്ചാക്ക എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ സഹോദരന്മാർ അദ്ദേഹത്തെ വിളിക്കുന്ന ചെല്ലപ്പേരാണ് ഇച്ചാക്ക. പിന്നെ പുറത്തുനിന്ന് ഒരു സിനിമാക്കാരൻ വിളിക്കുന്നത് മോഹൻലാലാണ് അദ്ദേഹത്തെ ഇച്ചാക്ക എന്ന് വിളിക്കുന്നത്. ആ ഇച്ചാക്കയുടെ ജീവിതം കണ്ടാണ് ഞാൻ പഠിച്ചത് എന്ന് പറയുന്ന മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി പോലെ ഒരു ജ്യേഷ്ഠാനുജ ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. എന്നാൽ സിനിമാ രംഗത്ത് അവർ തമ്മിൽ നല്ല മത്സരവുമാണ്. എത്ര വർഷമായി മമ്മൂട്ടി മോഹൻലാൽ മത്സരിക്കുന്നു ആലോചിച്ച് നോക്കി. 1ാം സ്ഥാനം 2ാം സ്ഥാനത്തും അവർ രണ്ടുപേരല്ലാതെ മൂന്നാമതൊരാളിനെ 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടേയില്ല. 1ഉം 2ഉം സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചു മാറിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ മൂന്നാമതൊരാളിന് ഈ 2ാം സ്ഥാനത്ത് ഇന്നുവരെ കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ തമ്മിലുള്ള ഒരു ഹൃദയബന്ധം, അവർ തമ്മിലുള്ള ഒരു ഭാഗ്യപ്പൊരുത്തം. എന്തായാലും മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് കാലം ലോക റെക്കോർഡ് ഇടാൻ തന്നെ പ്രാപ്തിയുള്ള ആയുസ്സും ആരോഗ്യവും മമ്മൂക്കയ്ക്ക് നൽകി ഒരുപാട് കാലം മലയാള സിനിമയുടെ വലിയേട്ടനായി മമ്മൂക്ക ഉണ്ടാവട്ടെ. അദ്ദേഹത്തെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഈ 70-ാം വയസ്സിൽ ഈ ഒരു എപ്പിസോഡൊന്നും അല്ല ചെയ്യേണ്ടത്, ഒരു 10 എപ്പിസോഡ് ചെയ്യണം. 10 എപ്പിസോഡ് ചെയ്യാനുള്ള ക്ലിപ്പിങ്സ് പോലും ഇട്ടിട്ടുണ്ട് മമ്മൂക്കയെക്കുറിച്ച് ചെയ്യാവുന്നത്. അതൊക്കെ വെച്ച് ചെയ്യാം, 10 ലക്കം വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനിയും സമയവും സന്ദർഭവും ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് സ്റ്റോറികൾ ഇനിയും ചെയ്യാം. അദ്ദേഹത്തിൻ്റെ 75-ാം വയസ്സ്, അദ്ദേഹത്തിൻ്റെ 80-ാം വയസ്സിലുമൊക്കെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ നമുക്ക് അപ്പോൾ സ്റ്റോറികൾ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് പറയണമെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. കെ ജയകുമാർ IAS കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ ചെയ്തു.
ആ സിനിമയ്ക്ക് വർണ്ണച്ചെറുകൾ എന്നാണ് പേര്. ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പങ്കജ് സേനനാണ്. അപ്പോൾ ഒരു കാലത്ത് തിരുവനന്തപുരത്ത് വന്നാൽ പങ്കജ് ഹോട്ടലിലെ സേനൻ ചേട്ടൻ്റെ പങ്കജ് ഹോട്ടലിലെ മമ്മൂക്ക താമസിക്കും. അങ്ങനെ ഒരു രാവിലെ പുലി എത്തി താമസത്തിന്. ഒരു ആരാധന മനസ്സോടെ കാണുന്ന ജ്യേഷ്ഠാനുജ ബന്ധമുള്ള സേനൻ ചേട്ടൻ റൂമിലേക്ക് ചെല്ലുന്നു. കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പറയുന്നു, നമുക്ക് ഞാനൊരു സിനിമ ചെയ്യാൻ പോകണം. സിനിമയെ പോകണം? ആ, കുട്ടികളുടെ സിനിമയാണ്. അതെന്ത് കുട്ടികളുടെ സിനിമ? കുട്ടികളുടെ ഒരു സിനിമ ചെയ്യാമെന്ന് ചോദിച്ചു. ആരാ ചെയ്യണേ? അത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായ കെ ജയകുമാറാണ്. അദ്ദേഹത്തിന് ഈ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായിട്ടൊക്കെ ഇരിക്കുന്ന ആളല്ലേ, അങ്ങനെ അതൊക്കെ പോരെ? പിന്നെ പാട്ടെടുത്തുകൊണ്ടല്ലോ, അതൊക്കെ പോരെ? അല്ലെങ്കിൽ തിരക്കഥ എഴുതിയാൽ പോരെ? ഈ ഒരു സംവിധാനം എല്ലാം കൂടെ കരുതി എന്തിനാ എന്നൊക്കെ പറഞ്ഞ് ഈ സ്ഥിരം പറയുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു. ആ, നടക്കട്ടെ, നന്നായി വരട്ടെ. ആരാ അസോസിയേറ്റ് ചെയ്യുന്നത്? അസോസിയേറ്റ് ചെയ്യുന്നത് സുരേഷ് കുമാറിൻ്റെ ഒരു സുഹൃത്താണ്. സുഹൃത്തിൻ്റെ പേര് പറഞ്ഞു. 4-5 സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ഒരു സുഹൃത്താണ് അസോസിയേറ്റ്. പെട്ടെന്ന് സ്വഭാവം മാറിയിട്ട് മമ്മൂക്ക സേനൻ ചേട്ടനോട് ഷൗട്ട് ചെയ്ത് ചോദിച്ചു, ഇവിടെ തൻ്റെ അളിയനോ നന്നാവില്ല, ആര് സുരേഷ് കുമാറോ നന്നാവില്ല, താനെങ്കിലും നന്നാവാൻ നോക്കുക കേട്ടോ, വർക്ക് അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് അസോസിയേറ്റ് ആക്കുക കേട്ടോ എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി, കാർക്ക് ഇറങ്ങിപ്പോയി. സേനൻ ചേട്ടൻ അതൊരു ഷോക്കായി. വർക്ക് അറിയാവുന്ന ഒരാളെ അസോസിയേറ്റ് ആക്കണം, കാരണം പുതിയ സംവിധായകനല്ലേ. അദ്ദേഹം IAS ഭാരമുള്ള ആളാണ്, ചീഫ് സെക്രട്ടറിയാണ്, പിന്നെ കഥയും തിരക്കഥയും ഗാനങ്ങളും ഒക്കെ എഴുതുന്ന ആളാണ്, ഒരുപാട് തിരക്കുള്ള, മിനിറ്റുകൾക്ക് പോലും വിലയുള്ള ആളാണ് ജയകുമാർ സാർ. അദ്ദേഹം സേനൻ ചേട്ടൻ ഒന്നും പഠിച്ചില്ല, താഴെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ R ഗോപാലകൃഷ്ണനെ വിളിച്ചു. ഗോപാലകൃഷ്ണനും സേനൻ ചേട്ടനും ഒരു ജ്യേഷ്ഠാനുജ ബന്ധമുള്ളവരാണ്. ഗോപാല, മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞു, അസോസിയേറ്റ് ഡയറക്ടറെ മാറ്റണം, നമുക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പം ഗോപാലകൃഷ്ണൻ പെട്ടെന്ന് പറഞ്ഞു, അത് നമ്മൾ ശാന്തികളെ വിളിക്കാം, ദിനേശിനെ വിളിക്കാം. എന്നെ വിളിക്കുന്നു, ചെയ്യാമെന്ന് ചോദിക്കുന്നു. ഞാൻ മോശമല്ലാത്ത കുട്ടികളുടെ ഒരു സിനിമയ്ക്ക് വാങ്ങാവുന്ന കാശല്ല ചോദിച്ചത്, അതിനേക്കാൾ അല്പം മുകളിലുള്ളൊരു കാശ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജയകുമാർ സാർ ഷൂട്ടിങ്ങിൽ വന്നാൽ തന്നെ അതിൻ്റെ എല്ലാ A to Z പണി ഞാൻ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഇത്ര രൂപ എന്നാൽ വരാം. അവരത് ഫിക്സ് ചെയ്തു. വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞ് പുലി വന്നു. സേനൻ ചേട്ടൻ വീണ്ടും റൂമിൽ ചെന്നു. വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ രാവിലെ പറഞ്ഞത് മമ്മൂക്ക അപ്പം തന്നെ കളഞ്ഞല്ലോ. വർത്തമാനങ്ങൾക്കിടയിൽ സേനൻ ചേട്ടൻ പറഞ്ഞു, മമ്മൂക്ക രാവിലെ പറഞ്ഞ ആ തീരുമാനം ഞാൻ മാറ്റി കേട്ടോ. ഏത് തീരുമാനം? അല്ല, ജയകുമാർ സാറിനെ അസോസിയേറ്റ് ചെയ്യിക്കാനായിട്ട് വേറൊരാളിനെ വെച്ചു. ആരെയാ വെച്ച്? അത് ഇവിടെ ഒരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട്, ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ മമ്മൂക്കയുടെ ഗുഡ് ബുക്കിൽ ഇല്ലാത്ത ആളാണ്. ആലോചിച്ച് നോക്കി, ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയത്ത്, ഉടക്കുണ്ടായ സമയത്ത്. പക്ഷേ ശാന്തിവിള ദിനേശ് എന്ന് കേട്ടുടൻ മമ്മൂക്ക പറഞ്ഞ മറുപടി, അയാൾ ചെയ്തോളൂടോ, അയാളാക്കി. അതാണ് മമ്മൂട്ടി. അദ്ദേഹത്തിനെതിരെ ബോക്സിലെങ്കിലും മോശമായി എഴുതിയ ഒരാളായിട്ട് പോലും അദ്ദേഹം അതൊക്കെ അപ്പോഴേ മറന്നിട്ട് അയാൾ ചെയ്തോളൂ, അയാളെ വയ്ക്കും എന്ന് സേനൻ ചേട്ടനോട് പറയുകയും അങ്ങനെ ജയകുമാർ IAS ഡയറക്റ്റ് ചെയ്ത ജയകുമാർ സാറിൻ്റെ വർണ്ണച്ചെറുകളിൽ അസോസിയേറ്റ് ഡയറക്ടറാകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത് മമ്മൂക്ക വഴിയാണ്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഞാൻ മമ്മൂക്കയെക്കുറിച്ച് ഒരുപാട് പറയേണ്ടി വരും. അത് ഇനിയൊരു സന്ദർഭത്തിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ 75-ാം വയസ്സിലോ 80-ാം വയസ്സ് ആഘോഷിക്കുമ്പോഴൊക്കെ ഇതുപോലുള്ള കഥകൾ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സർവേശ്വരൻ നല്ല ആരോഗ്യവും നല്ല എന്താ പറയുക അന്തരീക്ഷവും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൈക്കം എൻ്റെ കൂടെ ജന്മനാടാണ്. ഞാനും വൈക്കം മുഹമ്മദ് ബഷീറും അല്ലാതെ ഒരുപാട് വൈക്കത്തുകാർ, പ്രഗത്ഭരായ ഒരുപാട് പ്രസിദ്ധരായ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ ഉണ്ട്. എൻ്റെ പേരിൻ്റെ കൂടെ വൈക്കം വന്നതുകൊണ്ട്, പക്ഷേ ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ വൈക്കം വെച്ചിട്ടില്ല. ഞാൻ വൈക്കം മുഹമ്മദ് കുട്ടിയല്ല. ഒരുപക്ഷെ എഴുത്തുകാരനായിരുന്നെങ്കിൽ ഞാൻ വൈക്കം മുഹമ്മദ് കുട്ടിയാകുമായിരുന്നിരിക്കാം. പക്ഷേ നമ്മുടെ സാഹിത്യ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ കൊണ്ട് ഞാൻ അങ്ങനെ ആയില്ല. പക്ഷേ ഞാൻ എപ്പോഴും എന്നും ഒരു വായനക്കാരനായിരുന്നു. ചെറുപ്പകാലത്ത് കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരുപാട് ബഷീർ കഥകളുണ്ട്. പിന്നീട് ഞാനതെല്ലാം വായിക്കുകയുണ്ടായി. ഭാഗ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ 2 കഥാപാത്രം, വേണമെങ്കിൽ 3 പറയാം. ബാല്യകാലസഖിയിലെ മജീദായും മജീദിൻ്റെ പാപ്പയായും ഞാൻ അഭിനയിച്ചു. പിൽക്കാലത്ത് അതിനു മുമ്പ് മതിലുകളിലൂടെ ബഷീറിനെ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷേ മതിലുകൾ എന്ന് പറഞ്ഞൊരു സങ്കല്പം തന്നെ, അതിൻ്റെ പിന്നിലുള്ളൊരു വലിയ തത്വചിന്ത തന്നെ, സിദ്ധാന്തം തന്നെ നമുക്ക് അത്ഭുതകരമായി തോന്നും. മതിലുകൾ ഇങ്ങനെ നീണ്ട് കിടക്കുകയാണെന്നുള്ള ഡയലോഗ് ബഷീർ പറയുന്നുണ്ട്. എല്ലാത്തിനെയും തമ്മിൽ വേദനിക്കുന്ന ഒരുപാട് മതിലുകൾ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ബോധ്യപ്പെടും. കാലങ്ങളെ അതിജീവിക്കുന്ന ബഷീറിൻ്റെ കൃതികളും അദ്ദേഹത്തിൻ്റെ
സിദ്ധാന്തങ്ങളെയും നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ടിരിക്കുക.